ഒരു പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? സമാധാനവും രോഗശാന്തിയും ദൈവവുമായിട്ട് ആഴത്തുള്ള ബന്ധവും നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ശരിക്കും ശരിയായ രീതിയിൽ തന്നെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന്? യേശു തന്നെ പറഞ്ഞു തന്ന ഒരു അടിപൊളി മാർഗമുണ്ട്. ആ മാർഗം നിങ്ങളെ അടിമുടി മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? കുടുംബത്തിൽ സമാധാന ഇല്ലായ്മയാണോ? അതോ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരമാണോ? ഏതാണ് ആവശ്യം? അത് എന്തു തന്നെയോ ആയിക്കോട്ടെ, ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും എളുപ്പമാർഗം യേശു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിലനിൽക്കുന്ന സമാധാനവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് തരും. ഈ വീഡിയോയിൽ ദൈവത്തോട് സംസാരിക്കുന്നതിൽ പല ആളുകളും ചെയ്യുന്ന തെറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല, യേശു പഠിപ്പിച്ചതുപോലെ ആ ശക്തിയോടും ആ ഉദ്ദേശത്തോടും കൂടി എങ്ങനെ പ്രാർത്ഥിക്കാം എന്നും നമുക്ക് വിശദമായി നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പൊതുവെ ചെയ്യുന്ന ആദ്യ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്താണോ അവരുടെ ആവശ്യം അത് ആദ്യമേ പറയാനായിട്ട് തിരക്ക് കൂട്ടും. എന്നാൽ യേശു പ്രാർത്ഥന എങ്ങനെ തുടങ്ങണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വീകരിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് തുടങ്ങണം എന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെയും മഹത്വത്തെയും സകലത്തിന്മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെയും നാം പ്രഖ്യാപിക്കുന്നു എന്നതാണ്. വിശുദ്ധീകരിക്കപ്പെടണമേ എന്നതിൻ്റെ അർത്ഥം പവിത്രമായത്, വേർതിരിക്കപ്പെട്ടത്, ബഹുമാനത്തിന് യോഗ്യമായത് എന്നതാണ്. പുറപ്പാട് 3-ാം അധ്യായത്തിൽ മോശ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ രംഗം ഒന്ന് ചിന്തിക്കുക. മോശ അടുത്തെത്തിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഇവിടേക്ക് അടുത്ത് വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ആ സ്ഥലം വിശുദ്ധമാണ് എന്നല്ല അവിടെ പറയുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പവിത്രതയാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആരാണ് എന്നത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും. ദൈവവുമായി ബന്ധപ്പെടാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളെല്ലാം ചോദിക്കുക എന്നത് മാത്രമല്ല, നാം സംസാരിക്കുന്നത് ആരോടാണ് എന്നത് മനസ്സിലാക്കി ബഹുമാനിക്കുക എന്നതും കൂടിയാണ്. ആരാധനയോടെയാണ് നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലരും ചെയ്യുന്ന അടുത്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ചോദിച്ച് മേടിക്കുന്ന ഒരു മാർഗമാണ് ഈ പ്രാർത്ഥന എന്ന് വിചാരിക്കുന്നു. എന്നാൽ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ ദൈവത്തെ നിർബന്ധിക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഇഷ്ടവുമായി പൊരുത്തപ്പെടുത്തുക എന്നതാണ് പ്രാർത്ഥന. ഗെത്സമന തോട്ടത്തിൽ യേശു എന്താണ് ചെയ്തത് എന്ന് ആലോചിക്കുക. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വേദനയിലാണ് യേശു നിൽക്കുന്നത്. എന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഏറ്റവും വലുത് എന്ന് യേശു മനസ്സിലാക്കി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുക, കർത്താവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല നടക്കുന്നത്, എന്നാലും അങ്ങയുടെ ഇഷ്ടം നല്ലതാണെന്ന് എനിക്കറിയാം. എൻ്റെ ഇഷ്ടം എല്ലാം തരുന്നു. എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയവുമായി ഏകീകരിച്ച് അങ്ങയുടെ പദ്ധതികളെ മനസ്സിലാക്കാൻ സഹായിക്കണമേ എന്ന് പറയാൻ ശ്രമിക്കുക. ആവശ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ വാക്കുകൾ പറയാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണും. അതിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഒരുക്കും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വിശ്വസിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടാകും. പല ആളുകളും ചെയ്യുന്ന അടുത്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, വിഷമം, സങ്കടം കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. യേശു പറയുന്നത്, അനുദിനാഹാരം ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ. നാളത്തെ ആവശ്യത്തെക്കുറിച്ച് പേടിക്കാനല്ല, ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് യേശു പഠിപ്പിക്കുന്നത്. ഇസ്രായേലിയർ മരുഭൂമിയിലുണ്ടായിരുന്ന ആ സമയം ഒന്ന് ആലോചിക്കുക. പുറപ്പാട് 16-ാം അധ്യായത്തിൽ ദൈവം എല്ലാ ദിവസവും രാവിലെ മന്ന കൊടുത്തു. അത് പക്ഷേ അന്നേ ദിവസത്തിന് വേണ്ടി മാത്രമാണ്. അവർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് ഉണ്ടാകില്ല, അഴുകിപ്പോകും. എല്ലാ ദിവസവും ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു പാഠമായിരുന്നു ഇത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നേ ദിവസത്തിന് വേണ്ടി എന്താണോ ആവശ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തെ എല്ലാ ദിവസവും ആശ്രയിക്കുമ്പോൾ നമുക്ക് ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കും. പലരും മനസ്സിലാക്കാത്ത അടുത്തൊരു കാര്യം, ക്ഷമിക്കാനാകാത്ത മനസ്സ്. ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധം തന്നെ ഇല്ലാതാകും. യേശു പഠിപ്പിക്കുന്നത്, ഞങ്ങളോട് അപരാധം ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ അപരാധവും ക്ഷമിക്കണമേ.
ക്ഷമ എന്ന് പറഞ്ഞാൽ ചോദിച്ച് മേടിക്കുന്ന ഒന്നല്ല, മറിച്ച് നാം കൊടുക്കേണ്ട ഒന്നാണ് എന്ന് യേശു ഇവിടെ ഊന്നി പറയുന്നു. നിങ്ങളോട് പാപം ചെയ്യുന്ന മനുഷ്യരോട് നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. എന്നാൽ മനുഷ്യരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപം ക്ഷമിക്കില്ല എന്ന് യേശു കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ ക്ഷമിക്കാത്ത ഒരു ദാസനെക്കുറിച്ച് യേശു ഒരു ഉപമ പറയുന്നു. ഒരു ദാസൻ അവൻ്റെ യജമാനന് തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു വലിയ കടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദാസന് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ യജമാനൻ നീ തരണ്ട എന്ന് പറഞ്ഞ് അവനെ ക്ഷമിച്ചു വിട്ടു. പക്ഷേ ഒരു ചെറിയ തുക ഒരാൾ ഈ ദാസന് കൊടുക്കാനുണ്ടായിരുന്നു. ദാസൻ അവനോട് നീ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവനെ ദ്രോഹിച്ചു, അവനോട് കരുണ കാണിച്ചില്ല. ഇതറിഞ്ഞ ആ യജമാനന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതല്ലേ, അതേപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കാത്തത് എന്താണ്? നീ ക്ഷമിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഞാനും ക്ഷമിക്കുന്നില്ല. എനിക്ക് തരാനുള്ളത് തിരിച്ച് തന്നേ പറ്റൂ എന്ന് കൽപ്പിച്ചു. ക്ഷമ എന്ന് പറയുന്നത് ഒരാൾ ചെയ്ത തെറ്റിന് മാപ്പ് കൊടുക്കുക എന്നതല്ല, സത്യത്തിൽ അവരെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള കയ്പിനെ മാറ്റുക എന്നതാണ്. അങ്ങനെ മാറ്റിയാൽ നമ്മുടെ മനസ്സിൽ ദൈവകൃപ കൊണ്ട് നിറയാൻ സ്ഥലമുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന കാര്യം വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനം വരുമ്പോൾ നാം അത് ഒറ്റയ്ക്ക് നേരിടണം എന്നതാണ്. എന്നാൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുതേ, ഞങ്ങളെ പിശാചിൽ നിന്ന് സംരക്ഷിക്കണമേ. പ്രാർത്ഥന എന്ന് പറയുന്നത് അനുഗ്രഹിക്കണമേ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല, നാം അഭിമുഖീകരിക്കുന്ന പ്രലോഭനങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം അന്വേഷിക്കുക എന്നതുമാണ്. പ്രലോഭനം പല രീതിയിലുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർ ദൈവം പറയാത്ത കാര്യം ചെയ്യും, അല്ലെങ്കിൽ ദൈവം പറയുന്ന വഴിയിൽ നിന്ന് തെന്നി മാറിപ്പോകും. അങ്ങനെ പലതും. അത് ഏത് രീതിയിലാണെങ്കിലും അതിനെ നേരിടാനുള്ള ശക്തി നമുക്കില്ല. ഉൽപ്പത്തി 39-ാം അധ്യായത്തിൽ യോസഫിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുക. പോത്തിഫറിൻ്റെ ഭാര്യ പ്രലോഭിപ്പിച്ചപ്പോൾ യോസഫ് ആ സാഹചര്യം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ നിന്നില്ല. ദൈവം തന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ദൈവം സഹായിക്കുമെന്നുള്ള അവൻ്റെ വിശ്വാസം പാപത്തിൽ വീഴാതെ അവനെ രക്ഷിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ കുഴപ്പത്തിലെത്തിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിങ്ങളെ നയിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പറയുക, കർത്താവേ, എനിക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയില്ല. അങ്ങ് എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന വഴിയിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന ദൈവം നമ്മുടെ പരിചയമാണ് എന്നതിനെ എടുത്തു കാണിക്കുന്നു. നാം അനുഭവിക്കുന്ന പ്രലോഭനമായിട്ട് ഒറ്റയ്ക്ക് പോരാടാൻ ദൈവം നമ്മോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒന്ന് അപ്പനെ വിളിച്ചാൽ മതി. ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകും. പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളതായിരിക്കണം. ചുമ്മാ ആൾക്കാരെ കാണിക്കാനുള്ള പ്രാർത്ഥനയാകരുത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ പ്രവേശിച്ച് വാതിലടച്ച് നിങ്ങളുടെ പിതാവിനോട് രഹസ്യമായി അപേക്ഷിക്കുക. അപ്പോൾ രഹസ്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു മാർഗ്ഗമല്ല എന്ന് ഈ വചനം എടുത്തു കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശാന്തമായിരുന്ന് ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ആളുകളുടെ മനസ്സ് അലിയിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഈ പ്രാർത്ഥന മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ദാനിയേലിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് നിയമവിരുദ്ധമായിരുന്നു. എന്നാലും ദാനിയേൽ തൻ്റെ മുറിയിലേക്ക് പോയി തൻ്റെ വീടിൻ്റെ ജനൽ തുറന്ന് യെരുശലേമിലേക്ക് നോക്കി ഒരു ദിവസം 3 തവണ പ്രാർത്ഥിക്കുമായിരുന്നു. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ഈ ജനാല തുറന്നിട്ട് പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമെന്ന് അവൻ തീരുമാനിച്ച് ചെയ്തതായിരുന്നു. ദൈവവുമായി ബന്ധപ്പെടാനായിട്ട് ഒരു സമയം അല്ലെങ്കിൽ ഒരു സ്ഥലം നിങ്ങൾ തന്നെ കണ്ടെത്തുക. അത് ചിലപ്പോൾ ഒരു ശാന്തമായ മുറിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ നടക്കുന്ന സമയത്തായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കാനല്ല, ദൈവവുമായിട്ട് ബന്ധപ്പെടാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്ഭുതം കൊണ്ട് നിറഞ്ഞതായിരിക്കും. പലരും ചെയ്യുന്ന അടുത്ത തെറ്റ്, പ്രാർത്ഥന സക്സസ് ആകണമെങ്കിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാലേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യഹൂദരെ പോലെ വ്യർത്ഥജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നാണ് അവർ കരുതുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നാം എത്ര വാക്ക് പറയുന്നു എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നാം എത്ര സമയം എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നതിനെക്കുറിച്ചോ അല്ല എന്ന് യേശു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ആത്മാർത്ഥതയനുസരിച്ചുള്ളതാണ്. ദൈവം ഭയങ്കര പ്രാർത്ഥന പ്രകടനം ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളുടെ സത്യസന്ധതയാണ് ആഗ്രഹിക്കുന്നത്. 1 ശമൂവേൽ പുസ്തകത്തിൽ ഹന്നയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ഓർക്കുക. ഹന്ന ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവളുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു വാക്ക് പോലും പറയാൻ പറ്റിയില്ല. ഒരു ശബ്ദം പോലും അവളുടെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഏലി പുരോഹിതൻ അവൾ കരഞ്ഞ് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവൾ മദ്യപിച്ചിട്ട് വന്ന് എന്തൊക്കെയോ കിടന്ന് പറയുന്നത് പോലെ തോന്നി. പക്ഷേ ദൈവം അവളുടെ ആത്മാർത്ഥതയെ കണ്ട് ഒരു മകനെ കൊടുത്ത് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്
അയ്യോ, ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതിനെ ഓർത്ത് വിഷമിക്കേണ്ട. ദൈവത്തോട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. എങ്ങനെ പറയാനാണോ കഴിയുന്നത് അതേപോലെ ചെയ്യുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തെയാണ് കാണുന്നത്. പതപ്പിക്കുന്ന വാക്കുകളെക്കാളും നിങ്ങളുടെ ആത്മാർത്ഥതയെ ദൈവം വിലമതിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സംഭാഷണമാണ്, ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലെ അതേ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ദൈവത്തോട് സംസാരിക്കുക. പലരും ചെയ്യുന്ന അടുത്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് സംശയിക്കും. യേശു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് യേശു എടുത്തു പറയുന്നു. വിശ്വാസമില്ലാതെ നിങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും ഒരു കാര്യവുമില്ല. എന്നാൽ ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും ദൈവം കേൾക്കുന്നുണ്ടെന്നും നാം അത് ദൃശ്യമായിട്ട് പെട്ടെന്ന് കണ്ടില്ലെങ്കിലും ദൈവം അത് ചെയ്യുന്നു എന്ന് വിശ്വസിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായി 9-ാം അധ്യായത്തിൽ രക്തസ്രവമുള്ള സ്ത്രീയുടെ സംഭവകഥ ഒന്ന് ചിന്തിക്കുക. 12 വർഷം അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ യേശു അതുവഴി പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം ഉണ്ടാകും എന്ന് അവൾ വിശ്വസിച്ചു. അവൾ വിശ്വസിച്ചതുപോലെ സംഭവിച്ചു. അതിനുശേഷം യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക: നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ ശക്തിക്കും ഇടയിലുള്ള ആ വിടവ് നികത്തുന്നത് വിശ്വാസമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നതാണ്. അടുത്തത്, നിങ്ങളുടെ സാഹചര്യം ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങളുടെ പിതാവിന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. നമ്മുടെ ഹൃദയത്തിലുള്ളത് ദൈവത്തിന് നാം പറയുന്നതിന് മുമ്പ് തന്നെ അറിയാം എന്ന് യേശു പഠിപ്പിക്കുന്നു. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരണമെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ബർത്തിമായിയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുക. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് യേശു അവനോട് ചോദിച്ചപ്പോൾ ബർത്തിമായി ഒരു നീണ്ട പ്രസംഗമൊന്നും ചെയ്തില്ല. അവൻ പറഞ്ഞു, റബ്ബി, എനിക്ക് കാഴ്ച വേണം. യേശു അവനെ സൗഖ്യമാക്കി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വാക്ക് സ്വാഭാവികമായിട്ട് വരട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് പേടിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. ഏറ്റവും ശക്തമായ ചലനം ഉണ്ടാക്കിയ പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ അത് വളരെ സിമ്പിളായിരിക്കും. ദൈവം നിങ്ങളുടെ വാക്കുകളേക്കാൾ പ്രസംഗത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയുന്ന വാക്കുകൾ എത്ര സിമ്പിളാണെങ്കിലും ശരി, ദൈവം അത് കേൾക്കുന്നുണ്ട് എന്ന് മാത്രം വിശ്വസിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യുന്ന അടുത്ത തെറ്റ് നമുക്ക് എന്താണോ ഇല്ലാത്തത് അല്ലെങ്കിൽ എന്താണോ ആവശ്യം അതിൽ മാത്രം നാം ശ്രദ്ധിക്കും. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നന്ദിയുടെ ശക്തി എന്താണ് എന്നുള്ളത് യേശു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും യേശു ചെയ്ത എല്ലാ കാര്യങ്ങളിലും തൻ്റെ ജീവിതത്തിലും ഈ നന്ദി പ്രകടനം നമുക്ക് കാണാൻ പറ്റും. 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് അപ്പവും മീനും കൊടുക്കുന്നതിന് മുമ്പ് യേശു ദൈവത്തിന് നന്ദി പറഞ്ഞു. നന്ദി പറയാനായിട്ട് അത്ഭുതം സംഭവിക്കുന്നത് വരെ കാത്തു നിന്നില്ല. അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നന്ദിയുള്ള ഹൃദയം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് ക്ഷമ എന്ന കാര്യം അത്യാവശ്യമാണ്. അത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു വശമാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അപേക്ഷിക്കുക, നിങ്ങൾക്ക് അത് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, നിങ്ങൾക്കായി വാതിൽ തുറക്കപ്പെടും. അപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്ക് വാതിൽ തുറക്കപ്പെടുന്നു. ഈ വാക്യം പറയുന്നതനുസരിച്ച് നമ്മൾ ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പ്രക്രിയയുണ്ടെന്ന് യേശു ഊന്നി പറയുന്നുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെ മറുപടി പെട്ടെന്ന് വരണമെന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ അവിടെ ആവശ്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ അവൻ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ സാഹചര്യത്തെയോ ഒരുക്കുന്നുണ്ടാകും. യേശു നമ്മോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും അപേക്ഷിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ചാൽ ഈ അടയാളങ്ങൾ സംഭവിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം യേശു പറഞ്ഞതുപോലെ ചെയ്യുന്നെങ്കിൽ നമ്മെയും നമ്മുടെ സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവവുമായി ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടാകും. ആദ്യം ദൈവത്തെ ആരാധിക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ ഇഷ്ടം ദൈവത്തിൽ സമർപ്പിക്കുക. മൂന്നാമത്തേത് എന്താണോ അന്നത്തെ ആവശ്യം അത് അന്വേഷിക്കുക. മറ്റുള്ളവരെ ക്ഷമിക്കുക. ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ സാഹചര്യം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.